രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പരിഷ്കാരമായ ചരക്ക് സേവന നികുതിയുടെ പ്രഖ്യാപനത്തിന് ചേരുന്ന പ്രത്യേക സമ്മേളനത്തിന് പാർലമെന്റ് മന്ദിരം ഒരുങ്ങി. സ്വാതന്ത്ര്യദിന തലേന്ന് സെൻട്രൽ ഹാളിൽ നടന്ന ചടങ്ങുകളെ അനുസ്മരിപ്പിക്കുന്ന ചടങ്ങുകളാണ് നികുതി പരിഷ്കരണം പ്രഖ്യാപിക്കാൻ സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന പ്രഖ്യാപന ചടങ്ങ് ബഹിഷ്കരിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം ചരക്ക് സേവന നികുതിയോടുള്ള എതിർപ്പല്ല. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട 3 ചടങ്ങുകൾ മാത്രമാണ് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ നടന്നതെന്നും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്തവർക്ക് അതിന്റെ പരിപാവനത മനസ്സിലാകില്ലെന്നും ഗുലാം നബി ആസാദ് വ്യക്തമാക്കി. आधी रात को पार्लियामेंट के सेंट्रल हॉल में स्वतंत्र भारत में आज तक सिर्फ 3 फंक्शन हुए हैं. आधी रात को सेंट्रल हॉल में फंक्शन हुए हैं, वो आजादी से जुड़े हुए और आजादी की खुशियां मनाने में और आजादी का जश्न मनाने के लिए हुई हैं 47 से लेकर 97 तक. തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, BSP, DMK തുടങ്ങിയ കക്ഷികൾ ചടങ്ങ് ബഹിഷ്കരിക്കും. CPM-ന് വേണ്ടി ധനമന്ത്രി തോമസ് ഐസക് പങ്കെടുക്കും. പ്രഖ്യാപനം മാറ്റിവെക്കണമെന്ന ചില പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തള്ളിയിട്ടുണ്ട്. ചരക്ക് സേവന നികുതി യാഥാർത്ഥ്യമാക്കുന്നതിന് പ്രവർത്തിച്ച മുൻ പ്രധാനമന്ത്രിമാർ, ധനമന്ത്രിമാർ എന്നിവരുടെ പങ്ക് എടുത്തുകാട്ടുന്ന 2 ഹ്രസ്വ ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കും. മുൻ ധനമന്ത്രിമാരായ പ്രണബ് മുഖർജി, P. ചിദംബരം എന്നിവരുടെ പങ്കിനെ ചിത്രങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. നികുതി പരിഷ്കരണത്തിനായി പ്രവർത്തിച്ച GST കൗൺസിലിന്റെ KM മാണി അടക്കമുള്ള മുൻ അധ്യക്ഷന്മാർ, അംഗങ്ങൾ എന്നിവരെയും മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയെയും ചടങ്ങിന് ക്ഷണിച്ചിട്ടുണ്ട്. മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 2% വർധന പ്രതീക്ഷിക്കുന്ന നികുതി പരിഷ്കരണമാണ് ചരക്ക് സേവന നികുതി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.